രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അവരുടെ കണ്ഠത്തിലൂടെ പരമാത്മജ്ഞാനം സ്തോത്രമായി ഉപനിഷത്തായി പ്രവഹിക്കുകയാണ്. ഞങ്ങൾ പണ്ട് മഹേശ്വരനെ തപസ് ചെയ്തിരുന്നു. ഞങ്ങൾ കൈലാസനാഥനായിരിക്കുന്ന മഹാദേവൻ്റെ ഭക്തരാണ്. അങ്ങനെ അദ്ദേഹത്തെ കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ തപസ് ചെയ്തു, മോചനത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം ഞങ്ങളുടെ തപസ് കണ്ട് സന്തോഷിച്ചിട്ട് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായി തീർന്നു. ആ അവസരത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു, ഈ ജനിമൃതി പരമ്പരയിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയിട്ടുള്ളതായ അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകിയാലും എന്ന്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, യാമിനീചരന്മാരായി ജനിക്ക നിങ്ങൾ ഇനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ. നിങ്ങളെല്ലാവരും യാമിനീചരന്മാരായിട്ട്, രാക്ഷസന്മാരായിട്ട് ഈ ഭൂമിയിൽ ജനിക്കുക. ആ അവസരത്തിൽ ഞാൻ രാമനായിട്ട്, മഹാദേവൻ പറയുന്ന വാക്യാണിത്, ഞാൻ രാമനായിട്ട് ഭൂമിയിൽ അവതരിക്കും ദേവകാര്യാർത്ഥമായിട്ട്. അന്ന് നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്തിട്ട് നിങ്ങൾക്ക് ബന്ധവിമോചനം നൽകും. എൻ്റെ അമ്പുകളേറ്റ് നിങ്ങളുടെ സകല പാപങ്ങളും തീർന്ന് മോക്ഷത്തിനുള്ളതായ വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിർണയം മഹാദേവനായത് രഘുപതി. അല്ലയോ ഭഗവാനെ രാമ, മഹാദേവൻ തന്നെയാണങ്ങ്, കൈലാസനാഥൻ തന്നെയാണങ്ങ്, യാതൊരു സംശയവുമില്ല. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം, ജ്ഞാനോപദേശം ചെയ്ത് മോക്ഷവും തന്നിടണം. ഞങ്ങൾക്ക് ജ്ഞാനോപദേശം ചെയ്യണം. ജ്ഞാനം കൊണ്ടാണല്ലോ മോക്ഷം കൈവരിക. ലക്ഷ്മണോപദേശത്തിൽ നമ്മൾ കേട്ടതാണ്. അതിനു വേണ്ടിയിട്ട് മോക്ഷത്തിന് ഉതകുന്നതായ ജ്ഞാനോപദേശം അങ്ങ് തരണം. അങ്ങനെ മോക്ഷത്തെയും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഭഗവാൻ അവർക്ക് ആത്മതത്വം ഉപദേശിച്ചു. അങ്ങനെ ഭഗവാനെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് സ്തോത്രം ചെയ്ത് ആ ജ്ഞാന ഉപദേശം ഭംഗിയായി ഗ്രഹിച്ച് അവർ ദിവ്യലോകങ്ങളിലേക്ക് ഉയർന്ന് പോവുകയും ചെയ്തു. ഉടനെ തന്നെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, അല്ലയോ കുഞ്ഞേ, നീ ഉടനെ തന്നെ, പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം, യുദ്ധം ചെയ്തതും ഖരദൂഷണ ത്രശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 നീ അവരെ കേൾപ്പിക്കുക. ജനസ്ഥാനത്ത് കൂടി ദണ്ഡകാരണ്യത്തിൽ കൂടി രാമൻ ഋഷിമാരോടൊപ്പം സഞ്ചരിക്കുമ്പോൾ മനുഷ്യരുടെ അസ്ഥിഖണ്ഡങ്ങൾ പർവ്വതം പോലെ അങ്ങിങ്ങായിട്ട് കൂടിക്കിടക്കുന്നത് കണ്ടു. അതിൻ്റെ കാരണം ചോദിച്ചു. ഇവിടെ തപസ് ചെയ്യുന്ന ഋഷിമാരെയെല്ലാം രാക്ഷസന്മാരെ കൊന്ന് തിന്നിട്ട് അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന എല്ലുകളാണിത് എന്നവർ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ രാക്ഷസന്മാരെ മുഴുവൻ ഞാൻ സംഹരിക്കുന്നുണ്ട്. ഭഗവാന്റെ പ്രതിജ്ഞയാണത്. അതിതാ നിറവേറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ജനസ്ഥാനത്തെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഖരദൂഷണ ത്രിശിരാക്കളെയും അവരുടെ അനുചരന്മാരെയും 14,000 പേര്. നാഴിക 3:45 കൊണ്ട് രാമൻ ഏകനായി നിന്ന് നശിപ്പിച്ചു. ആ വൃത്താന്തം, പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വൃത്താന്തം അവരെ ഋഷിമാരെ അറിയിക്കുക എന്ന് ലക്ഷ്മണനെ പറഞ്ഞയച്ചു. ലക്ഷ്മണൻ ഋഷിമാരെ കണ്ടു. അവരോട് ഇക്കാര്യം രാമൻ്റെ ഈ വാക്കുകൾ കേൾപ്പിച്ചു. ഉടനെ തന്നെ അവരെല്ലാവരും കൂടി ആലോചിച്ചു. രാമന് സംരക്ഷണത്തിനു വേണ്ടിയിട്ട് ഒരു കവചം ഒരുക്കണം. എന്താ വേണ്ടത്? പലലാശികളുമായ തട്ടായുവാൻ 3 പേർക്കും, രാമനും സീതയ്ക്കും ലക്ഷ്മണനും, ഈ രാക്ഷസന്മാരുടെ മായാപ്രയോഗം
തട്ടാതിരിക്കുന്നതിന് വേണ്ടി, മായ അവരെ ഉപദ്രവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് ചിന്തിച്ചിട്ട് അവർ അവരുടെ തപോബലത്താൽ അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തു വിട്ടിയിടിനാർ. വളരെ ദിവ്യമായിരിക്കുന്ന അങ്കുലീയത്തെ സൃഷ്ടിച്ചു, മോതിരത്തെ സൃഷ്ടിച്ചു, ചൂടാരത്നം സൃഷ്ടിച്ചു, കവചം സൃഷ്ടിച്ചു. എന്തിന്? രാക്ഷസന്മാരുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ധരിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ലക്ഷ്മണൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. ലക്ഷ്മണൻ അതുമായി രാമൻ്റെ സമീപത്ത് ചെന്ന് രാമൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ഇതെല്ലാം അവിടെ സമർപ്പിച്ചു. അങ്കുലീയത്തെ രാമൻ തൻ്റെ വിരലിലിട്ടു. ചൂടാരത്നം ദേവിക്ക് നൽകി, കവചത്തെ ലക്ഷ്മണകുമാരനും നൽകി. ഇങ്ങനെ ആ ഒരു ഭയങ്കരമായ അധ്യായം അവിടെ പൂർണ്ണമാകുന്നു. പക്ഷേ അത് പുതിയ പുതിയ അനേകം അധ്യായങ്ങൾ തുറക്കുകയാണ്. അതിൻ്റെ എല്ലാം തുടക്കമായിരുന്നു അത്. ശൂർപ്പണഖ കണ്ടു രാമൻ ഏകനായി നിന്ന് 3.25 നാഴിക കൊണ്ട് ഖരദൂഷണ ത്രശിരാക്കളെയും മുഴുവൻ രാക്ഷസ പരീക്ഷകളെയും സംഹരിക്കുന്നത്. അവൾ വളരെയേറെ ദുഃഖിതയായി. അവൾ അലറിക്കൊണ്ട് തൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന രാവണൻ്റെ സമീപത്തേക്ക് പാഞ്ഞു ചെന്നു. ആകാശമാർഗത്തിലൂടെ ലങ്കാപുരിയിലേക്ക് അവിടെ ചെന്ന് തൻ്റെ ജ്യേഷ്ഠനെ ഈ വൃത്താന്തങ്ങളെല്ലാം അറിയിക്കുക. അവിടെ ചെല്ലുമ്പോഴേക്കും ജ്യേഷ്ഠൻ വളരെ സുഖിയായിട്ട് കൊട്ടാരത്തിൽ സകല വിഭവങ്ങളുടെ നടുവിലും ഇരിക്കുകയാണ്. ഏക സഹോദരിയായ താൻ ഈ വിധത്തിൽ അപമാനിക്കപ്പെടുകയും അതേപോലെ ഖരദൂഷണ ത്രശിരാക്കളും രാക്ഷസന്മാരും ഈ പ്രകാരത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടും ഇദ്ദേഹം ഒന്നും അറിയാതെ അങ്ങനെ സുഖമായി കഴിയുന്നു. രാവണൻ്റെ നേരെ ശൂർപ്പണഖ കോപിച്ചു. രാവണൻ ശൂർപ്പണഖയുടെ ആ രൂപം കണ്ട് ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്തേ ഇങ്ങനെ സംഭവിക്കാൻ? ഈ ലോകത്തിൽ ആർക്കും തന്നെ ഈ പ്രകാരത്തിൽ ശൂർപ്പണഖയെ വിരൂപണം ചെയ്യുവാനുള്ള കഴിവില്ല. എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമല്ല, ശൂർപ്പണഖ പറഞ്ഞിരിക്കുന്നു ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും രാക്ഷസന്മാരെയൊക്കെ ആ ഒരാൾ രാമൻ എന്ന് പേരായ ദശരഥപുത്രൻ സംഹരിച്ചു, ഏകനായി നിന്ന് സംഹരിച്ചു എന്ന്. എന്താവാം ഇതിന് കാരണം? ഇത് മാത്രമല്ല, ശൂർപ്പണഖ വേറൊരു വിദ്യ കൂടി പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. അവരുടെ കൂടെ ഒരു അതീവ സുന്ദരിയുണ്ട്. ദേവാംഗനമാർക്കൊന്നും അവളുടെ സൗന്ദര്യമില്ല. മഹാലക്ഷ്മി പോലും ആ സുന്ദരിയുടെ മുന്നിൽ തോറ്റുപോകും. അങ്ങനെയുള്ള ആ സുന്ദരി ആരെ വിവാഹം കഴിക്കുന്നുവോ അയാളായിത്തീരും ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരൻ. അതുകൊണ്ട് അവളെ അങ്ങയ്ക്ക് തരണമെന്ന് കരുതിയിട്ട് അവളെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോഴാണ് ലക്ഷ്മണൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇങ്ങനെ കൂടി പറഞ്ഞു രാവണൻ്റെ മനസ്സിനെ ഇളക്കി വിടാൻ വേണ്ടി. സോദരിയുടെ ഈ വാക്കുകളെല്ലാം കേട്ടു രാവണൻ. കേട്ടതിന് ശേഷം അദ്ദേഹം ദൈവിച്ചാൽ സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തോറണം. ആദ്യം വേണ്ടത് അവളെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. മധുരങ്ങളായ വാക്കുകൾ കൊണ്ട്, ആദരം നിറഞ്ഞതായ വാക്കുകൾ കൊണ്ട് അവളെ വേഗത്തിൽ ആശ്വസിപ്പിച്ച് അവളെ പറഞ്ഞയച്ചിട്ട് ഇതിന് വേണ്ടുന്നതായ പ്രതിക്രിയ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ധൈര്യപ്പെടുത്തി പറഞ്ഞയച്ചതിന് ശേഷം തന്നുടെ മണിയറ തന്നിൽ അങ്ങ് അകമ്പുക്കാൻ തൻ്റെ മണിയറയ്ക്കുള്ളിലേക്ക് ചെന്നു. എന്താ, തനിക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും മറ്റുള്ളവരുടെ ഉപദ്രവം വരാൻ പാടില്ല. സഭാഗൃഹത്തിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ഇരുന്ന് കഴിഞ്ഞാൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥ പ്രമുഖന്മാരും ബന്ധുജനങ്ങളും ഒക്കെ ഓരോരോ രാജ്യകാര്യങ്ങളുമായിട്ട് തൻ്റെ സമീപത്തേക്ക് വരും. അത് തൻ്റെ ചിന്തയ്ക്ക് വിഘാതമാകും. അതിനുവേണ്ടി ആരും വരാത്ത ഇടം തൻ്റെ മണിയറ, അവിടെയൊക്കെ ചെന്നിരുന്നു. എന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു, 3.25 നാഴിക കൊണ്ട് ഖരദൂഷണാദികളെയെല്ലാം അതേപോലെ 14,000 രാക്ഷസന്മാരെയും ഒരാൾ ഈ രാമൻ ഏകനായി സംഹരിച്ചു അത്രേ. അതാർക്ക് സാധിക്കും? മനുഷ്യന് ഒരിക്കലും സാധിക്കില്ല. ദേവന്മാർക്ക് സാധിക്കില്ല. അതിനുള്ള കരുത്തുള്ള ദേവന്മാരില്ല. രാക്ഷസന്മാർ ആരും തന്നെ അത് ചെയ്യില്ല. അതിന് കരുത്തുള്ള രാക്ഷസന്മാരും ഇല്ല. അവരെല്ലാം നമ്മുടെ ബന്ധുക്കളാണ്, ശത്രുക്കളല്ല.
അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം, മനുഷ്യനാണ് രാമനെങ്കിലും വ്യക്തം മാനുഷനല്ല രാമൻ എന്നത് നൂനം. ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ രാമനുണ്ടല്ലോ മനുഷ്യനെ അല്ല, മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്ന സാക്ഷാൽ നാരായണനാണ് എന്ന് വ്യക്തം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ, മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ, മുക്തിപ്രിയൻ ആണ് ഈ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നത്. ഭക്തവത്സലനായിരിക്കുന്ന നാരായണൻ, ഭക്തന്മാരിൽ അങ്ങേയറ്റം വാത്സല്യമുള്ളവനായ നാരായണൻ, ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഏത് ക്ലേശവും ഏറ്റെടുത്ത് നടത്തുന്ന, ക്ലേശം സഹിക്കുന്ന നാരായണൻ. അദ്ദേഹം മുക്തിദാനൈകമൂർത്തിയാണ്. ഈ ലോകത്തിലുള്ള ചരാചരങ്ങൾക്ക് മുക്തി കൊടുക്കുവാൻ ശേഷിയുള്ള ഒരേ ഒരു ഈശ്വരൻ, അതാണ് ശ്രീനാരായണൻ. മുകുന്ദൻ, മുക്തിപ്രിയൻ, പത്മേക്ഷണൻ, ഭഗവാൻ ഒക്കെയാണ് അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് ഈ രാമൻ. അതല്ലാതെ വേറൊരാൾക്ക് ഖരദൂഷണ തൃശിരാക്കളെ ഇങ്ങനെ സംഹരിക്കാനാവില്ല എന്ന് രാവണൻ ആ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ട് ഇങ്ങനെ മനസ്സിൽ അദ്ദേഹം ഉറപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, പണ്ട് ബ്രഹ്മാവ് പാലാഴിയുടെ തീരത്ത് ചെന്ന് സാക്ഷാൽ മഹാവിഷ്ണുവിനോട് ഭൂമിയിൽ അവതരിക്കണമെന്ന് പ്രാർത്ഥിച്ചു ദേവന്മാരോടൊപ്പം. അന്ന് അദ്ദേഹം നാരായണൻ പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മാവിന് അതെല്ലാം നേടിക്കൊടുക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. നിശ്ചയമായിട്ടും അദ്ദേഹം തന്നെയായിരിക്കണം. ഭൂതലെ രഘുകുലെ മർത്യനായി പിറന്നിപ്പോൾ അദ്ദേഹം ഈ ഭൂമിയിൽ രഘുവംശത്തിൽ, സൂര്യവംശത്തിൽ മർത്യനായിട്ട്, മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാകണം? എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്ന് വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അദ്ദേഹം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് ഇങ്ങോട്ട് ലങ്കാപുരിയിലേക്ക് വരികയാണെങ്കിൽ എങ്കിൽ എൻ്റെ ഭാഗ്യം. എന്താ? അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് സംഹരിക്കപ്പെട്ടവനായിട്ട് പാപങ്ങളെല്ലാം തീർന്ന് മടങ്ങി വൈകുണ്ഠരാജ്യത്തിൽ എത്താൻ കഴിയും. ജയവിജയന്മാരിൽ ഒരാളാണ് ഈ രാവണൻ, വേറൊരാളാണ് കുംഭകർണൻ. ജയവിജയന്മാർക്ക് അവർ വൈകുണ്ഠ ലോകത്തിലെ ദ്വാരപാലകന്മാരായിരുന്നു. അവർക്ക് ശാപം ഉണ്ടായതായ കഥ നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് ഇവിടെ സൂചിതമായിരിക്കുന്നത്. അവർ അനേക ജന്മങ്ങളിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവർക്ക് വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരാകാൻ ഉള്ള യോഗം സിദ്ധിച്ചത്. അങ്ങനെ എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാനെ സേവിച്ചുകൊണ്ട്, ഭഗവാനെ കാണാൻ വരുന്ന ഋഷിസത്തമന്മാരെയെല്ലാം സേവിച്ചുകൊണ്ട് അവർ ആനന്ദപൂർണമായി അവിടെ കഴിയുകയായിരുന്നു. പക്ഷേ കൽപ്പങ്ങൾക്കപ്പുറമുള്ള ഏതോ ജന്മത്തിലാകണം അവർ ചെയ്തിട്ടുള്ള ഒരു തെറ്റിൻ്റെ, ഘോരമായൊരു തെറ്റിൻ്റെ ഫലം അനുഭവിക്കാനുള്ള സമയമായി. നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഫലത്തോടു കൂടിയതാണ്. നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലവും ചീത്ത കർമ്മങ്ങൾക്ക് ചീത്ത ഫലവും ഉണ്ടാകും. ഈ ഫലം എപ്പോൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലസ്വരൂപനായ ഈശ്വരൻ്റെ ക്രമമനുസരിച്ചിട്ട്, കാലത്തിൻ്റെ പ്രവാഹം അനുസരിച്ചിട്ട് ഓരോ കർമ്മത്തിൻ്റെയും ഫലം നമ്മിൽ തന്നെ വരും. വന്നു ചേരാനുള്ള സമയമുണ്ട്. ചിലത് ഇന്ന് തന്നെ വരാം, ചിലത് 10 ദിവസം കഴിഞ്ഞാകാം, ചിലത് 10 വർഷം കഴിഞ്ഞാകാം, ചിലത് അടുത്ത ജന്മത്തിലാകാം, ചിലത് കൽപ്പങ്ങൾക്കപ്പുറത്തുമാകാം. അങ്ങനെ അനേക കൽപ്പങ്ങൾക്കപ്പുറത്തുള്ള ഏതോ ഒരു ദുഷ്കർമ്മത്തിൻ്റെ ഫലം എത്തിച്ചേരാനുള്ള സമയമായി. അപ്പോഴേക്കും അങ്ങനെ ഒരു ശാപം ഒരുങ്ങി. ശാപം മുന്നറിയിപ്പാണ്. ആ ദുഷ്കർമ്മത്തിൻ്റെ ഫലം എന്താണെന്നുള്ള മുന്നറിയിപ്പാണ്. അത് നാടകീയമായൊരു മുഹൂർത്തത്തിലൂടെ ഭഗവാൻ സംഘടിപ്പിച്ചു വച്ചിരിക്കുന്നു. സനകാദികൾ അവിടെ വന്നു. സാധാരണ എല്ലാവരെയും, ഭക്തന്മാരെല്ലാവരെയും ഈ ജയവിജയന്മാർ ഭഗവാന്റെ സമീപത്തേക്ക് കൊണ്ടെത്തിക്കും. എന്തോ അവർക്ക് തോന്നി ഭഗവാനെ കാണണ്ടെന്ന് പറയാൻ. അങ്ങനെ പറഞ്ഞു. സനകാദികൾക്ക് ദേഷ്യം വന്നു. അവർക്ക് ദേഷ്യം വരുന്നതല്ല, അവർ ശപിച്ചു പോയി. ഭൂമിയിൽ, മർത്യലോകത്തിൽ ജനിച്ചു പോകട്ടെ എന്ന്.
അങ്ങനെ വൈകുണ്ഠരാജ്യം അവർക്ക് നഷ്ടപ്പെടുന്ന ഘട്ടമായി. അവർ ദുഃഖിതരായി. ജയവിജയന്മാർ എന്തുകൊണ്ടാണ് ഈ ഋഷിമാരെ തടഞ്ഞത് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഒരു കാരണവുമില്ല, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി, എങ്ങനെ തോന്നി അവർക്കറിയില്ല. അതാണ് ഓരോ കർമ്മത്തിൻ്റെയും ഫലം എത്തിച്ചേരാൻ ഓരോ താൽക്കാലികമായ കാരണങ്ങൾ, നിമിത്തങ്ങൾ ഉണ്ടാകും. അതിൻ്റെ കാരണമെല്ലാം ഭഗവാന് മാത്രമേ അറിയൂ, കാലസ്വരൂപന് മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. പലതും ബ്രഹ്മാവിന് പോലും അറിയില്ല. അങ്ങനെ അവർക്ക് കാരണം മനസ്സിലായില്ല. സനകാദികൾക്കും വ്യസനമായി ശപിച്ചു പോയല്ലോ എന്ന്. ഇതുവരെ ശപിച്ചിട്ടില്ല, ഇപ്പോഴിതാ അങ്ങനെ സംഭവിച്ചു പോയല്ലോ. ഭഗവാൻ വന്നു ഒരു ചെറു പുഞ്ചിരിയോടുകൂടി സനകാദികളെ സമാധാനിപ്പിച്ചു. നിങ്ങളാരും ശപിച്ചിട്ടില്ല, സന്തോഷമായിട്ട് മടങ്ങിപ്പോയിക്കൊള്ളുക. അവരെ അയച്ചു. ജയവിജയന്മാർ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് ശാപമോചനം ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, അത് ഫലിച്ചേ പറ്റൂ. പക്ഷേ നിങ്ങൾ ശരണം പ്രാപിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരം തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഭക്തനായിട്ട് 7 ജന്മം, അല്ലെങ്കിൽ ശത്രുവായിട്ട് 3 ജന്മം. ഏത് വേണം തിരഞ്ഞെടുത്തുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ശത്രുവായിട്ട് 3 ജന്മം മതി. ഭക്തനായിട്ട് 7 ജന്മമാണെങ്കിൽ 1 കാലതാമസം, 2 അനേകം ജന്മങ്ങളിൽ കൂടി കടന്നു പോകാനുള്ള അവസരം വന്നുപെടും. എന്താ, 7 ജന്മങ്ങളിൽ ഓരോ ജന്മത്തിലൂടെ കടന്നു പോകുമ്പോഴും അനേകം കർമ്മങ്ങൾ ചെയ്തു പോകും. ആ കർമ്മങ്ങളുടേതെല്ലാം ഫലം കർമ്മബന്ധനമായി പിന്തുടരും. അങ്ങനെ ഒരു ജന്മം കടക്കുമ്പോൾ തന്നെ ഒരു 1000 ജന്മത്തിനുള്ള വക, കർമ്മബന്ധനങ്ങളുടെ വക ഉണ്ടായിത്തീരും. അങ്ങനെ 7 ജന്മമാകുമ്പോഴോ ഒരിക്കലും മടങ്ങി ഇങ്ങോട്ട് വൈകുണ്ഠലോകത്തിലേക്ക് വരാൻ പറ്റൂല. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഭഗവാനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ശത്രുവായിട്ട് 3 ജന്മം മതി. ഞങ്ങൾ അതിക്രമങ്ങൾ അങ്ങയ്ക്കെതിരെ ചെയ്യും. ഓരോ ജന്മത്തിലും അങ്ങ് തന്നെ വരണം, പടക്കളത്തിൽ ഞങ്ങളോട് ഏറ്റുമുട്ടണം, എന്നിട്ട് സംഹരിക്കണം. അങ്ങനെ ഞങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമെല്ലാം അങ്ങ് തന്നെ ഏറ്റെടുക്കണം. എന്നിട്ട് ഞങ്ങളെ കർമ്മവിമുക്തരാക്കി 3-ാം ജന്മത്തിൻ്റെ അവസാനം ഇങ്ങ് വൈകുണ്ഠലോകത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. ഭഗവാൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ എന്ന്. അങ്ങനെ ആദ്യം ഹിരണ്യാക്ഷനായും ഹിരണ്യകശിപുവായിട്ടും അവർ ജനിച്ചു. ഭഗവാൻ മഹാവരാഹമായിട്ട് വന്ന് ഹിരണ്യാക്ഷനെ സംഹരിച്ചു. അതേപോലെ നരസിംഹമായി വന്ന് ഹിരണ്യകശിപുവിനെ സംഹരിച്ചു. അത് കഴിഞ്ഞ് രാവണനും കുംഭകർണനുമായി 2ാമത്തെ ജന്മം. അങ്ങനെ അവരെ സംഹരിച്ചിട്ട് അവരെ ഇനി അടുത്തൊരു ജന്മം കൂടിയുണ്ട്. അതിലേക്ക് അവർക്ക് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ രാമനായി വന്നിരിക്കുകയാണ്. ഇനിയോ ഇത് കഴിഞ്ഞിട്ട് അവർ ശിശുപാലനായും ദന്തവക്ത്രനായും ജനിച്ചു, 3ാമത്തെ ജന്മം. അപ്പോൾ കൃഷ്ണനായി വന്നിട്ട് ഭഗവാൻ അവരെ സംഹരിച്ച് അവർക്ക് മോചനം കൊടുത്തു. ഭാഗവതത്തിൻ്റെ തുടക്കം മുതൽ 3ാമത്തെ സ്കന്ധം മുതൽ അങ്ങ് 10മസ്കന്ധത്തിൻ്റെ അവസാനം വരെയും ഈ കഥകൾ നിറഞ്ഞു നിൽക്കുന്നു. ഈ ജയവിജയന്മാരുടെ കഥ ഇത്രയും സ്കന്ധങ്ങളിലെ മുഖ്യ പ്രമേയമായി, അതിൻ്റെ ആ കഥാഗതിയിൽ മുഖ്യമായിട്ടുള്ള അംശമായി നിറഞ്ഞു നിൽക്കുന്നത് ഈ ജയവിജയന്മാരുടെ കഥയാണ്. അതാണ് രാവണൻ ഇവിടെ ചിന്തിച്ചത്. വ്യക്തം മാനുഷനല്ല രാമനെന്നത് നൂനം. വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമല്ല. ഈ രാമൻ മനുഷ്യനല്ല, ഭഗവാൻ തന്നെയാണ്. അങ്ങനെ അദ്ദേഹം പടക്കളത്തിൽ, ഈ ലങ്കയിൽ വന്ന പടക്കളത്തിൽ എന്നോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല. അദ്ദേഹത്തിൻ്റെ കരം കൊണ്ട് ഈ ലങ്കയിൽ മരിച്ചു വീഴും. അതിൻ്റെ ഫലമായിട്ട് ചെന്ന് വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. ഇനി ഈ രാമൻ വെറുമൊരു സാധാരണ മനുഷ്യനാണ്, ഇത്തിരി ബലവാനായൊരു മനുഷ്യനാണ്. ഖരനെയൊക്കെ സംഹരിച്ചല്ലോ, ബലവാനായ മനുഷ്യനാണ്. ഭഗവത് അവതാരം അല്ലെങ്കിൽ തന്നെ കൊല്ലാൻ ആ രാമന് പറ്റൂല, താൻ ആ രാമനെ ഓടിയും. അങ്ങനെ വരുമ്പോഴേക്ക് ഈ ലങ്കയിൽ വീണ്ടും സുഖമായിട്ട് ലോകത്തെ മുഴുവൻ ഉപദ്രവിച്ചുകൊണ്ട് വാഴാമല്ലോ എന്നിങ്ങനെ രാവണൻ ചിന്തിച്ചിട്ട് കല്യാണപ്രദനായ രാമനോട് ഏൽക്കുന്നതിന് എല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും എന്ന് ഉറപ്പിച്ചു. രാഘവൻ കല്യാണപ്രദനാണ്, മംഗളത്ത് നൽകുന്നവനാണ്. അവനോട് ഏറ്റുമുട്ടുന്നതിന് തെല്ലും അടിക്കണ്ട, അതിനുള്ള അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തണ്ട എന്ന് തീരുമാനിച്ചിട്ട്
രാവണൻ ഉറപ്പിച്ചു. വിദ്വേഷബുദ്ധിയ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ. വിദ്വേഷബുദ്ധിയോടുകൂടി രാമനെ പ്രാപിക്കുക. ഭക്തിക്ക് അനേകം മാർഗങ്ങളുണ്ട്. ഭഗവാനെ അവരവരുടെ ഉള്ളിലെ ബലിഷ്ഠമായിരിക്കുന്ന വാസനയ്ക്ക് അനുരൂപമായുള്ള സ്ഥാനം കൊടുത്ത് ആരാധിക്കാം. ഭഗവാനെ കാമുകനായി കണ്ട് ഉപാസിക്കാം. ഗോപികമാരെല്ലാം അങ്ങനെയായിരുന്നു. ഭഗവാനെ കൂട്ടുകാരനായി ഉപാസിക്കാം. നമ്മൾ ഇവിടെ കാണുന്നുണ്ട് സുഗ്രീവനെ ഭഗവാന്റെ കൂട്ടുകാരനാണ്. അങ്ങനെ ഉപാസിച്ച് മോക്ഷപഥത്തിലേക്ക് പോകുന്നയാളാണ് സുഗ്രീവൻ. ഭഗവാനെ തൻ്റെ സേവ്യനായിട്ട്, താൻ ആരെയാണോ സേവിക്കേണ്ടത് അങ്ങനെയുള്ള സേവ്യനായിട്ട്, പൂജാമൂർത്തിയായിട്ട് ഉപാസിക്കാം ആഞ്ജനേയൻ. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി ഇതുപോലെ വേറൊരു മാർഗമാണ് ഭഗവാനെ ശത്രുവായി കണ്ട് ഉപാസിക്കുക. അങ്ങനെ ശത്രുവായി കാണുമ്പോഴേക്കും എപ്പോഴും ഭഗവാനായിരിക്കും മനസ്സിൽ നിറഞ്ഞിരിക്കുക. കാമുകനായി കണ്ടാലും, സേവ്യനായി കണ്ടാലും, കൂട്ടുകാരനായി കണ്ടാലും, ബന്ധുവായി കണ്ടാലും, ഏത് പ്രകാരത്തിൽ കണ്ടാലും, മകനായി കണ്ടാലും, ഗുരുവായി കണ്ടാലും, ശിഷ്യനായി കണ്ടാലും, ഏത് പ്രകാരത്തിൽ കണ്ടാലും നിരന്തരം ഭഗവാനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആ ഭഗവാനെ തൻ്റേതായ സമ്പ്രദായത്തിൽ സേവിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ശത്രുവായി കാണുകയാണ്. അപ്പോൾ വിദ്വേഷബുദ്ധിയാണ്. ദേഷ്യത്തോടുകൂടി ഭഗവാനെ ഓർക്കുക. അങ്ങനെ വരുമ്പോഴേക്കും ശത്രുവാണ് ഭഗവാൻ. ശത്രു ഏത് വഴി കൂടി വരുന്നു, എപ്പോൾ വരുന്നു, എന്തൊക്കെ സന്നാഹങ്ങളുമായി വരുന്നു അറിയാമെന്ന് വെറുതെയില്ല. വളരെ ജാഗ്രത വേണം. എവിടെ രാമൻ, രാമൻ എതിരെ വരുന്നു, എങ്ങനെ വരുന്നു, എന്തൊക്കെ സന്നാഹങ്ങളുമായി വരുന്നു, ഇത് തന്നെ ചിന്തിച്ച് കഴിയണം. അപ്പോൾ മനസ്സെപ്പോഴും രാമനിൽ തന്നെ നിൽക്കും, ഭഗവാനിൽ തന്നെ നിൽക്കും. വിദ്വേഷത്തിലൂടെ മനസ്സിനെ ഭഗവാന്റെ പാദങ്ങളിൽ ഉറപ്പിക്കുന്ന ഭക്തിയുടെ മാർഗമാണിത്. വിദ്വേഷമാർഗം. വിദ്വേഷഭക്തി എന്ന് പറയും, വിരോധഭക്തി എന്ന് പറയും. ഇതെല്ലാവർക്കും പറ്റൂല. പിന്നെയോ രാവണനെ പോലുള്ള ആളുകൾക്കേ പറ്റൂ. അല്ലാതുള്ളവർക്ക് വിദ്വേഷഭക്തി പറ്റില്ല. മറ്റ് മാർഗങ്ങൾ, ഭക്തിയുടെ മാർഗങ്ങൾ അതനേകമുണ്ട്. അത് സാധാരണ എല്ലാവർക്കും സാധിക്കും. അങ്ങനെ വിരോധഭക്തിയിലൂടെ ഭഗവാനെ ഉപാസിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്തു വേണം? അതിനു വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണം. രാമപത്നിയാണല്ലോ കൂടെയുള്ളത്. രാമപത്നിയെ അപഹരിക്കണം. രാമനെ എത്രയും വേഗം ലങ്കയിൽ കൊണ്ടുവരണം. യുദ്ധം ഇവിടെ വെച്ച് തന്നെ വേണം. ലങ്കയിലേക്ക് രാമൻ വരണമെങ്കിൽ അതിനൊരു കാരണം വേണം. രാമപത്നിയെ അപഹരിക്കുക, നേരെ ലങ്കയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ സീതാദേവി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് രാമൻ ഇങ്ങോട്ട് ഈ ലങ്കയിലേക്ക് വന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വച്ചിട്ട് രാമനോട് ഏറ്റുമുട്ടുക എന്ന് അദ്ദേഹം തീരുമാനിച്ചു. വിദ്വേഷഭക്തിയാൽ രാമനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്. ഇത് രാവണൻ്റെ ഉള്ളിലുള്ള രഹസ്യമാണ്. ഇതാരോടും രാവണൻ വ്യക്തമാക്കുന്നേയില്ല. വ്യക്തമാക്കിയാൽ പോയി. അതുകൊണ്ട് ആരോടും ഇത് പറയുന്നില്ല. മണ്ഡോദരിയോട് പോലും തൻ്റെ ഈ വിദ്വേഷഭക്തിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് എപ്പോഴും ഉള്ളിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. ആളുകൾ നോക്കിക്കഴിയുമ്പോഴേക്കും രാവണൻ നിരന്തരമായിട്ട് രാമനെതിരെ വിവിധങ്ങളായ കരുക്കൾ നീക്കുന്നു, രാമനെതിരെ അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത് മാത്രമേ ആർക്കും കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ.